എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ അഡ്വഞ്ചേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയുമോ? നമ്മളിപ്പോൾ ഐഡ പ്രീമിയയിലാണ് ഉള്ളത്. അപ്പോൾ ഐഡ മാറിലേക്ക് വരുന്നൊരു എൻട്രി നിങ്ങൾ കണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് പയ്യൊരു ട്രാൻസ്ഫർ കിട്ടി. ഞാനിപ്പോൾ ഐഡ പ്രീമിയയിലാണ് ഉള്ളത്. ഇത് ഹൈപ്പീരിയൻ ക്ലാസ് ആണ്. എന്ന് വെച്ചാൽ 18 നിലയാണ് ഇപ്പോൾ നമ്മുടെ ഈ കപ്പലുള്ളത് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് ക്യാബിലേക്ക് കയറുന്ന രംഗമൊക്കെ നിങ്ങൾ കണ്ടു. ഇനിയിപ്പം ആഡംബര കപ്പൽ മുഴുവൻ നിങ്ങൾ കാണണ്ടേ? അപ്പോൾ അതേ ഒന്ന് കണ്ടു വയ്ക്കോ. പിന്നെ എൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഒന്ന് ടിറ്റോ അച്ഛാ, നാളെ എവിടെയാ? എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ഗുരുവായൂർ എന്ന് പറയും. ഞാനിവിടെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. 2016 തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഏകദേശം 5 കൊല്ലല്ലേ? അപ്പൊ ഞാനിതേ ഐഡ പ്രീമിയറിലേക്ക് വന്നപ്പോൾ എനിക്ക് ആകെ ഉണ്ടായൊരു മലയാളി കമ്പനിയാണ് നമ്മുടെ ടിറ്റോച്ച. തൃശ്ശൂരല്ലേ സ്ഥലം? തൃശ്ശൂർ ഗുരുവായൂർ. പിന്നെ ഇപ്പൊ അടുത്ത് വന്നേക്കുന്നത് ആശാനെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ ചേർത്തലയിലാണ് വരുന്നത്. ചേർത്തല. അതെ, എനിക്കിപ്പം ഇവിടെ വന്നിട്ട് കിട്ടിയ 2 കമ്പനിയാണ്, 2 മലയാളികൾ. ആഹ് പൊളിച്ചല്ല. മലയാളികളൊക്കെ ഉണ്ട്, നമ്മൾ അടിച്ചു പൊളിക്കും. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഇന്നിപ്പോൾ നമ്മൾ കപ്പലിൽ മുഴുവൻ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കിയാലോ. ഞാനിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ ഗസ്റ്റൊക്കെ എങ്ങനെയാണോ ഈ കപ്പലിലേക്ക് കയറുന്നത്, ആ കയറുന്ന ഒരു എൻട്രി ഭാഗം തൊട്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ ഈ കപ്പൽ മുഴുവൻ കറങ്ങി ഇങ്ങനെ നടക്കാൻ പോവാം. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെ ഉണ്ടല്ലേ, ഇതൊക്കെ ഗസ്റ്റിന് എങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ക്രൂ ഏരിയ അല്ല. ക്രൂ ഏരിയ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്രൂ ഏരിയ ഒക്കെ ഞാൻ പിന്നെ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം, അടുത്ത എപ്പിസോഡിൽ. ഇന്നിപ്പം ഗസ്റ്റ് ഏരിയ മുഴുവൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇപ്പോൾ ഒന്ന് ഓടിച്ചു കണ്ട് ഒന്ന് കറങ്ങി നോക്കിയോ. ആഹാ, ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന സമയമായത് കാരണം എൻ്റെ ഡ്യൂട്ടി ഇന്ന് കഴിഞ്ഞപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇവിടെ ആൾക്കാർ കുറവാണ്. പിന്നെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അവിടേക്ക് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടു പോകുമല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടിറ്റോച്ചനാണ് ഇന്നത്തെ നമ്മുടെ ഗൈഡ്. അപ്പോൾ ടിറ്റോച്ച തുടങ്ങൂല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതാണ് ഡെക്ക് 3. അതായത് ഗസ്റ്റ് ഫസ്റ്റ് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കയറും. ഇവിടെ നിന്നാണ് അവർക്ക് ബാക്കിയുള്ള ആക്സസ് കംപ്ലീറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു Pier 3 മാർക്കറ്റ് എന്നാണ് ഈ ഒരു ഏരിയനെ പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്റ്റാർബക്സിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതായത് സ്റ്റാർബക്സിന്റെ എല്ലാ ടൈപ്പ് ഓഫ് കോഫിയും അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണത്. ചെറിയൊരു കോഫി ഷോപ്പ് ആട്ടോ. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഇത് ക്ലോസ് ആയിട്ട് രാത്രി 10 മണി ആയത് കാരണം ക്ലോസ് ആക്കിയാക്കുന്നതാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു അടിപൊളി ഒരു ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ നിർബന്ധമായിട്ട് മാസ്ക് വെക്കണം നിർബന്ധമുണ്ടല്ലേ? അതെ, മാസ്ക് നിർബന്ധമാണ്. ആക്ച്വലി ഇപ്പോൾ ഞാനിത് മാറ്റി വെച്ചിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആരുമില്ല. പക്ഷേ ഇപ്പോഴും ഓൺ ബോർഡ് പോളിസി എന്ന് പറയുന്നത് മാസ്ക് ഉണ്ട്. മാസ്ക് കമ്പൽസറി ആണ് ഇപ്പോൾ. ഞാനിപ്പോൾ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാസ്ക് വെച്ചാറുണ്ട്. ഇവിടെ ക്രൂവിന് എല്ലാവർക്കും നിർബന്ധമാണ്. ക്രൂവിനും യാത്രക്കാരും അങ്ങനെ എല്ലാവർക്കും നിർബന്ധമായിട്ടും മാസ്ക് വെച്ചിരിക്കണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി സ്ഥലം. ഈ ഒരു വാതിലുണ്ടല്ലേ, ഡോറ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കപ്പലിൽ പുറത്തേക്കുള്ള ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ അത് ക്ലോസ് ആക്കി വെച്ചാക്കുക, കാരണം ഓൾറെഡി ഷിപ്പ് സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആൾക്കാർ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇത് ലിഫ്റ്റ്, ഒരേ ലിഫ്റ്റ്. ഇതിപ്പോൾ നമ്മൾ 3-ാം നിലയിലാണുള്ളത്. ഇപ്പോൾ ലിഫ്റ്റ് നിൽക്കി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകാനാണ് പ്ലാൻ? ഇനി നമുക്ക് ഡെക്ക് 6 പോകാം. ബാക്കി ഡെക്ക് 4ഉം ഡെക്ക് 5ഉം വരുന്നത് ക്യാബിൻസ് മാത്രമാണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അവരുടെ ക്യാബിൻസ് മാത്രമേ വരുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഡെക്ക് 6 വരുന്നുണ്ട്, ഡെക്ക് 7 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്. ഇവിടേക്കാണ് ബാക്കിയുള്ള ഷോപ്സ് വരുന്നുണ്ട്, അതേപോലെ റെസ്റ്റോറൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ലിഫ്റ്റ് ഞെക്കാൻ പോയിട്ടുണ്ട്. ലിഫ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് ലിഫ്റ്റ് വന്നിട്ട് പോയി. അപ്പോൾ നമ്മൾ അടുത്ത ഒന്നുകൂടെ ഞെക്കിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇവിടെ ഡെക്ക് 3 എന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പലിൽ ഒരു ഡിസൈനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെയാണ് ഇവിടെ ലിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് വന്നു. അപ്പോൾ നമ്മളിനി ലിഫ്റ്റിലേക്ക് കയറാൻ പോവാം. ഓക്കെ, ലിഫ്റ്റിൽ കയറി. യെസ്, ഇപ്പം എങ്ങോട്ടാണ്? ഡെക്ക് 6ലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെക്ക് 6ലേക്ക് പോകട്ടെ. ഷിപ്പിനകത്ത് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ജർമ്മൻ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ പോയാലും അനൗൺസ്മെന്റ് ഒട്ടുമിക്കവാറും എല്ലാം ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. അതുപോലെ ഇതിനകത്ത് സൈൻ ബോർഡ്സും കാര്യങ്ങളും ഒരുവിധം എല്ലാം ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയായിരിക്കും. 15-16 നില വരെയുള്ള കാര്യങ്ങൾ കൂടെ കൊടുത്തത് മുഴുവൻ ജർമ്മൻ ലാംഗ്വേജിലാണ് കൊടുത്താണ്. നമ്മൾ നേരെ പുറത്തേക്ക് ചാടും കേട്ടോ. കൂട്ടുകാരെ, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റിന് ഒരു ഫംഗ്ഷൻ നടക്കട്ടെ. ഇത് ട്രിയം
ഇവിടെ വെച്ചാണ് എല്ലാ ഫംഗ്ഷനും നടക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ ഇതിൻ്റെ ഇതാണ് നമ്മുടെ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഏരിയ. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഷോയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ എന്തോ ആർട്ട് ഗാലറി, അതായത് ഇപ്പോൾ നിന്ന് അവിടെ സംസാരിക്കുന്നത് കാണാം, അതൊരു ഗാലറിസ്റ്റാണ് പുള്ളി. ഇവിടുത്തെ എന്താ പറയുക ആർട്ട് വർക്കുകളുടെ സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഫംഗ്ഷനാണ്. കാര്യം ഇപ്പോഴത്തെ ഈ ഒരു റെസ്ട്രിക്ഷൻ കാരണം നമുക്ക് ഗസ്റ്റ് ഏരിയയിലേക്കുള്ള ആക്സസ് മുന്നുള്ള അത്രയില്ല, ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സൈഡിൽ കൂടെ പോകാം. അപ്പോൾ ഞങ്ങളിത് പയ്യെ അരീക്കോടെ പോകാൻ നേരത്ത് അരീക്കോടെ അപ്പുറത്തേക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ അരീക്കോടുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് തിയേറ്റർ. ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ജർമ്മൻ ആട്ടോ. ഈ കാണുന്ന കാസിനോ ബാറാണ്. പിന്നെ കാസിനോയിൽ വന്നിട്ട് കളിക്കുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ കാസിനോയിൽ കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ബാറാട്ടോ ഇവിടെ. ഇതിപ്പോൾ അവിടെ ഈ ഒരു പരിപാടി നടക്കുന്ന കാരണം ഇപ്പോൾ ഇങ്ങനെ ആൾക്കാരൊന്നും വരാത്തതാണ്. ഇത് ഇപ്പോൾ ഞാൻ ആ കാസിനോ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കാസിനോ. ആൾക്കാരൊക്കെ അവിടെ നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ആൾക്കാർ ഇപ്പം ടൈം വർക്ക് ആയത് കാരണമാണ് തോന്നുന്നത് ഇപ്പോൾ ഇല്ലാത്തത്. കാസിനോ ശരിക്കും റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അങ്ങോട്ട് വീഡിയോ നമുക്ക് അലൗഡല്ല. അത് കാരണം നമ്മൾ കാസിനോ ഇവിടെ നിന്ന് മാത്രമേ കാണിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ അതെ ഇപ്പം അവിടെ കാസിനോ ബാർ നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ അതിന് ശേഷം അതെ ഇത് സൺസെറ്റ് ബാർ. ഇത് സൺസെറ്റ് ബാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ അതെ ഇവരെന്നെ കാണിച്ചു തരാം. അപ്പോൾ അതെ ഇതാണ്. ഹലോ ബ്രോ, ഹൗ ആർ യു? അപ്പോൾ ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇതൊരു ഡിസൈനെ കണ്ടില്ലേ. ഇതിപ്പോൾ തിയേറ്റർ ഫുള്ള് ബിസിയാണ്. അവിടെ ഷോ നടക്കുന്ന കാരണമാണ് ഇപ്പോൾ നമ്മളങ്ങോട്ട് പോകാത്ത കേട്ടോ. അപ്പോൾ അതെ ഹലോ. അപ്പം ഇതൊരു ബാറ്. അപ്പോൾ ചോദിച്ചാൽ ഇപ്പോഴത്തെ ബാറ് നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ് ഇതിപ്പോൾ ഡെക് 6 ആണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു ബാറാണ് മെയിനായിട്ടുള്ള. ഒരു ബാറല്ല, ഒരു ബാർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഇവിടെ മെയിനായിട്ട് വരുന്നത് ഇവിടെ കുറേ ഷോപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഇതാണ്. ഇതിപ്പോൾ നൈറ്റ് ആയത് കാരണമാണ് ചെറുതായിട്ടൊരു ഡിമ്മ് വരുന്നുണ്ട് ലൈറ്റിൻ്റെ. അത് ചില വെട്ടങ്ങൾ അങ്ങനെ ഡിമ്മായി മാറുന്ന കേട്ടോ ഈ ക്യാമറയിൽ വരാൻ നേരത്ത്. അപ്പോൾ ഇതാണ് ഷോപ്പ്, ഒരു ഷോപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു വീഡിയോ പിടിച്ച് പുറത്തേക്ക് മാറാവേ. ഇവിടെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം ബുക്കുകളെല്ലാം ജർമ്മനിലാട്ടോ. കൂളിംഗ് ഗ്ലാസ്, ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ചോക്ലേറ്റ് ഇതിൻ്റെയൊക്കെ പൈസ ഉണ്ടല്ലേ. 6.5 യൂറോയാണ് ഇതിൻ്റെ റേറ്റ് കൊടുത്തതാണ്. വലിയ ചോക്ലേറ്റ് 6.5 യൂറോ എന്ന് പറഞ്ഞാൽ €1 80 രൂപയാണ്. അപ്പോൾ അത് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇതേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചോക്ലേറ്റ് ആട്ടോ. ഇത് ഫുള്ള് ചോക്ലേറ്റ് സെക്ഷനാണ് ഇത് മുഴുവൻ. ഇത് ഇങ്ങനെയൊരു ഏരിയ മുഴുവനുണ്ട്. പിന്നെ ചിപ്സൊക്കെ വേണമെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്. പെപ്സി, വാട്ടർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, പെർഫ്യൂംസ്, സ്പ്രേ, അങ്ങനെയുള്ള പെർഫ്യൂംസ് നമ്മുടെ ഈ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ബോഡി ലോഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. സ്പ്രേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വേറെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പാണ് ഇപ്പം കണ്ടത്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കി തരുന്നു കേട്ടോ. സോസേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. ഒരേ ദിവസം സ്പെഷ്യൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഡിസ്കോ, D6 ഡിസ്കോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ്. അതായത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക DJ ഫ്ലോറാണ്. ഇതിനകത്ത് ഗസ്റ്റിനുള്ള എന്താ പറയുക ചെറിയ ചെറിയ ഇവന്റുകളൊക്കെ ഇതിനകത്ത് നടക്കും. പിന്നെ ഇതിനകത്ത് ഒരു ബാറുണ്ട്, നമുക്ക് നോക്കാം. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ D6ലേക്കുള്ള എൻട്രി. മാസ്ക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം D6 ബെസ്റ്റാണ്. ഇതിപ്പോൾ ഇവിടുന്ന് ക്രൂവിന് വേണ്ടി മാറ്റി കൊടുത്താൽ കേട്ടോ. കാരണം ഈ ക്വാറന്റൈനൊക്കെ ഇതൊക്കെ ഉള്ള കാരണം പ്രിവിലേജ് ആണ്. ക്രൂവിന് ഇപ്പം ഇവിടെ ക്രൂ ബാറായിട്ട് ക്രൂ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ D6 എന്ന് പറയുന്ന സ്ഥലം. അപ്പം നമുക്ക് പോവല്ലേ? അപ്പോൾ കാണിച്ചാലോ. യെസ്. ആദ്യം തന്നെ ലൈറ്റ് എഫക്റ്റ് ഉണ്ടോ? മോനെ പൊളിച്ച്. അപ്പം നടന്നോ. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരത് നടക്കുന്നുണ്ട്. ഇതാണ് ക്രൂ ബാർ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്രൂവിന് വേണ്ടി മാത്രം ആക്കിയുള്ള കാരണം ഇതിനകത്ത് ഇപ്പോൾ വലിയ ഇവൻറ്റുകളൊന്നും നടക്കില്ല. അല്ലാത്ത സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പരിപാടിയായിരിക്കും. ഇതിനകത്ത് ലേസർ ഉണ്ട്, ഇതിനകത്ത് സ്മോക്ക് ഉണ്ട്, ഇവിടെ DJ ഫ്ലോർ ഉണ്ട്, അങ്ങനെ എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ക്രൂവിന് വേണ്ടി അലോട്ട് ചെയ്ത കാരണം ജസ്റ്റ് എന്താ പറയുക നോർമലായിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം DJ ഫ്ലോർ ഉണ്ട്, DJ കൺസോൾ ഇവിടെയാണ് വരുന്നത്. ഇവിടെ വരുന്നാട്ടോ DJ ഒക്കെ ആൾക്കാർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ഡാൻസ് കളിക്കാനുള്ള സ്ഥലവും അങ്ങനെ എല്ലാം ആയിട്ടൊരു സ്ഥലമാണ്. കുറച്ച് കൺജസ്റ്റഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. നല്ല ഫുള്ള് ബൂഫറാട്ടോ. ഫുള്ള് സ്പീക്കർ വെച്ചേക്കുന്നത്. എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. മുഴുവൻ സ്ഥലത്ത് സ്പീക്കറാണ്. ഇതാണിപ്പോൾ നമ്മുടെ ക്രൂവിന് വേണ്ടി അനുവദിച്ചേക്കുന്ന ക്രൂ ബാറായിട്ട് കൊടുത്തേക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മോസ്റ്റ്ലി എല്ലാ ക്രൂവിനെ കളിക്കുന്ന പറഞ്ഞാണ് കിക്കർ. ഇതാണ് മോസ്റ്റ്ലി എല്ലാവർക്കും തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു സാധനം. നമ്മുടെ ഫുട്ബോൾ പോലെ തന്നെ പരിപാടി കേട്ടോ. ഇപ്പം ഇതാണ് ഫ്ലോർ. നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണാനുള്ള ഭാഗ്യമില്ല. കാര്യം കംപ്ലീറ്റ് ഇപ്പോൾ എന്താ പറയുക ഈ ഒരു പ്രശ്നം കാരണം ക്രൂവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാരണം ഇപ്പോൾ ഗസ്റ്റ് ഇവിടെ അലൗഡ് അല്ല. പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് പേര് ഒരുമിച്ച് കൂടാൻ പാടില്ല. അതുകൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെയാണ്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക 5% മാത്രം നിങ്ങളിപ്പോൾ കാണുന്നുള്ളൂ. ഈ ലൈറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ലൈറ്റുകൾ വരും, സ്മോക്ക് വരും, UV ലൈറ്റ് ഉണ്ട്, ഇതിനകത്ത് ലേസർ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മൊത്തം D6ൻ്റെ ഒരു 5% മാത്രമാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു ബൂഫറാട്ടോ. സൂപ്പർ സ്പീക്കർ, ലൈറ്റ്, അതിൻ്റെ അകത്ത് വരുന്ന ഓരോ ലൈറ്റുകൾ. ഇത് LED ലൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ മിന്നി കളിക്കുന്ന സാധനങ്ങൾ. ഈ LED ലൈറ്റിൻ്റെ കളറെല്ലാം മാറും. ഇതിപ്പോൾ ബ്ലൂ, ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അത് റെഡ്, എല്ലാ കളറും വരും. എൻ്റെ മോനെ നല്ലൊരു പൈസ മുടക്കി ഉണ്ടാക്കിയേക്കുന്ന സ്ഥലമാണ് ഇത്. ബൂഫർ കൊണ്ട് തന്നെ ഇതിനകത്ത് ശരിക്കും ഒരു പരിപാടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതല്ലേ DJക്ക് മാത്രം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റേജാണ്. അതുപോലെ ഒരേ വാള് കണ്ടില്ല സീലിങ്ങൊക്കെ. അത് നല്ല പൊളിയാട്ടോ. അടിപൊളി ഒരു രക്ഷയില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്, ഒരേ കോർണറിലേക്ക്. ഇതാണ് ഒരേ സൈഡ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് പോകാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഒരേ ഓർണമെൻറ്റ്സ് ഒക്കെയാണ്. വാച്ചിൻ്റെ റേറ്റ് 3850. എൻ്റെ എല്ലാം എക്സ്പെൻസീവ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷോപ്പ്. അടിപൊളിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് 7500 euro കേട്ടോ. For his subscribers, it will be a nice, Okay. nice meal. So I got a nice meal in this evening. Thank you so much, bro. Okay. Yes. Okay. അപ്പോൾ ഈ ഒരു അരീക്കോടെ ഇത് മുഴുവൻ വാച്ചിൻ്റെ ഒരു ഫുൾ കളക്ഷനാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. വാച്ച് ലേഡീസിൻ്റെ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു സ്ഥലമുണ്ട്. സ്മാർട്ട് വാച്ചുകളാണ് ഈ കാണുന്ന മുഴുവൻ. ഇപ്പോൾ പറയുമ്പോൾ സ്കേഗൻ, ഫോസിൽ, ഫെസ്റ്റിന, സൊലിവാർ, ഇതെല്ലാം ഇവിടുത്തെ മെയിൻ ബ്രാൻഡുകൾ. ഇവിടെ എന്താ പറയുക
സ്കേഗന്റെ ഇല്ല ഫോഴ്സിന്റെ സ്മാർട്ട് വാച്ചുകൾ എക്സ്പെൻസീവ് ആണ്, ബട്ട് യാ ആൻഡ് യു ക്യാൻ. പിന്നെ അതേപോലെ ബെയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ജ്വല്ലറി. അവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറികളാണ്. ഓർണമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത്. ഇത് നമുക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവിടെ നിന്ന് കൃത്യമായി കാണിച്ചു തരാം. അപ്പോൾ അതെ, ഇതാണ് ഇവിടുത്തെ ഒരു വാച്ചിൻ്റെയും ഈ ഡയമണ്ട്സിൻ്റെയും റിങ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ്. ഇതും ഒരു ബ്രാൻഡാണ് സ്വരസ്കി. അത് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അത് ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, ശരിക്കും ഒറിജിനൽ സ്റ്റോൺസ് പോലെയാണ്, ഡയമണ്ട് പോലെയാണ്. പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ ആണ് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ കാണാൻ പറ്റും. See the band with the anchor. ചെറിയ ആങ്കറിന്റെ ബാൻഡുകൾ, അതിനും വിലയുണ്ട്. പക്ഷെ അത് എന്താ പറയാ, ഇവിടെ കാണാൻ പറ്റും ചെറിയ ഷാക്രീസ് എല്ലാം വെച്ച്. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റ് ആട്ടോ. 45 യൂറോ, 119 യൂറോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ഷോപ്പിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം? ഇതാണ് ഫോട്ടോ ഗാലറി, ഫോട്ടോഷോപ്പ് എന്ന് പറയും. ഇവിടെയാണ് എന്താ പറയുക, ഇവിടെ ക്യാമറകളുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം വേണ്ട ഫോട്ടോസ്, ഗസ്റ്റിന് ഫോട്ടോസ് എടുക്കാം, പ്രിന്റ് എടുക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെ. പഴയ ക്യാമറയും ചെറിയൊരു ഷോപ്പ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ക്യാമറാസ് ആണ് ഇവിടെ കൊടുത്തത്. ഇതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ട്, നല്ല രസം കിട്ടാൻ. പക്ഷേ ഇതിന് റേറ്റ് വളരെ കുറേ, 79 യൂറോയേ ഉള്ളൂ. ഇതിന് 149 യൂറോ. ഇവിടെയുണ്ട് ഗോപ്രോ അല്ല, പക്ഷേ ആക്ഷൻ ക്യാം 8S+. അത് മോശമില്ലാത്ത ബ്രാൻഡ് ആയിരിക്കും, റോളായി. പിന്നെ സോണീൻ്റെ ബ്രാൻഡുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്ര? റേറ്റ് കൊടുത്തിട്ടില്ല. അത് ലെൻസ്, അതാ ഇതിന് ഈ ലെൻസ് ബോർഡ് മാത്രമാണ്. സ്മാർട്ട് ഫോൺ ജിംബൽ മാത്രമാണ് അതിൻ്റെ വില കൊടുത്തിട്ടില്ല. ഓക്കെ, ആയിക്കോട്ടെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇപ്പം ഓരോ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് സ്പ്രേൻ്റെ ഒരു ഷോപ്പിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരെ പോയി, ഇതിപ്പോൾ 6ാം നിലയിലുള്ള. ഇനിയിപ്പോൾ നമ്മൾ ഡെക് 7ലാണ് പോകുന്നത്. കാരണം ഡെക് 7ൽ കുറച്ചുകൂടി ഷോപ്പുകളുണ്ട്. അവിടെ പെർഫ്യൂം ഷോപ്പ് ഉണ്ട്. അതുപോലെ ലീഗോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ടാവും ഈ കട്ടകൾ. അതിൻ്റെ ഒരു ബ്രാൻഡാണ് ഈ ലീഗോ. അവരൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കൂടിയാണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോകുക. ഹലോ. അതെ, അപ്പോൾ നമ്മൾ അടുത്തതിനകത്ത് കയറി പോവാണ്. നല്ല രസമുണ്ട്. ഇവിടെ സ്റ്റെപ്പിനൊക്കെ നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ നമ്മുടെ അവിടെ മാളിക്കൂടെയൊക്കെ നടക്കുന്ന പോലെ കപ്പലോ. ഇവിടുത്തെ ഫാബ്രിക്, അതായത് തുണിക്കട എന്ന് പറയും മലയാളത്തിൽ. തുണിക്കടയിൽ കയറിയിട്ടുണ്ട്. തുണികൾ, ചെരുപ്പുകൾ, തൊപ്പികൾ. തൊപ്പി വേണ്ടവർക്കൊക്കെ ഇവിടെ വന്ന് തൊപ്പി എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി തൊപ്പി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ സ്ഥലങ്ങൾ. അപ്പോൾ അതെ, ഇതാണ് ഇതിൻ്റെ ഒരു അരിക്. ഈ അരികോട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാം. വലിയ ഇതൊന്നുമില്ല, ഇതിലെ കൂടെ ഇങ്ങനെ എടുത്തങ്ങ് പോകുന്നു മാത്രം. ഇപ്പം ചെരുപ്പുണ്ട് ഇവിടെ, തൊപ്പി. ഇതിപ്പം നിങ്ങൾ കണ്ടായിരുന്നത് ഇതൊരു മൂല. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്ത്യക്കാരനാണ് ഇവിടെ സെയിൽസ്മാനായിട്ടുള്ളത്. ഹലോ ബ്രോ, സേ ഹൈ ടു മൈ ഓഡിയൻസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യക്കാരനാണ്. എനിക്ക് ഹിന്ദി അത്രയ്ക്ക് വലിയ വശമില്ലാത്ത കാരണം ഞാനൊന്നും മിണ്ടിയില്ല ഹിന്ദിയിൽ. റിസ്ക് എടുത്തില്ല. അപ്പോൾ അതെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു ഷൂസിൻ്റെ കളക്ഷൻ ഉണ്ട്. എല്ലാം നല്ല റേഞ്ച് ഷൂസുകളുണ്ടോ, നല്ല റേറ്റാണല്ലോ അതിനും വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 59 യൂറോ. വലിയ റേറ്റില്ല. ഇതിൻ്റെ 99 യൂറോ. 99 യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 യൂറോ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 100 യൂറോ വെക്കാം. അപ്പോൾ തന്നെ 8000 രൂപയായിട്ടോ. അപ്പോൾ അതെ, അതാ ഒരു കളക്ഷൻ. ഇനിയിപ്പോൾ അടുത്തത് പിള്ളേരുടെ
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള, അതായത് എന്താ പറയാ, ബ്രാൻഡഡ് ആയിട്ടുള്ള അഡിഡാസ്, നൈക്ക് അങ്ങനത്തെ ബ്രാൻഡുകളുണ്ട്. അതുപോലെ തന്നെ ഐഡയുടെ സ്വന്തം ബ്രാൻഡും ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതെല്ലാം ഐഡയുടെ ബ്രാൻഡഡ് ആണ്. ടീഷർട്ടിലൊക്കെ ഐഡന്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ടീഷർട്ടുകളുണ്ട്, അതേപോലെ ഐഡയുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഐഡന്റെ തൊപ്പിയുണ്ട്. ഹലോ ബൈ. ഇത് നമ്മുടെ ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ അതെ, നമുക്ക് 2 ഇന്ത്യക്കാർ ഇവിടെ ഷോപ്പിലുണ്ട് കേട്ടോ. എനിക്ക് ഹിന്ദി അറിയത്തില്ലാത്ത കാരണം പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല. കുറച്ചൊക്കെ അറിയാം, എന്നാലും എന്തിനാ ചുമ്മാ വടിയെടുത്ത് അടിവാകുന്നത്? അതാറിന്റെ ടാഗാണ്, അതായത് ഗസ്റ്റിന് എല്ലാവർക്കും ഓരോ കാർഡ് ഉണ്ടാവും. ആ കാർഡിനുള്ള ടാഗുകളാണ്. ആക്ച്വലി കമ്പനി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് ചിലവർക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ടാഗുകളൊക്കെ മേടിക്കണം, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സാധനങ്ങളാണിത്. കളർഫുള്ളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പാവകൾ. അപ്പോൾ ഇത് ഇവിടെ ഒരേ പാവക്കുട്ടികളെ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ കണ്ടില്ലേ? പാവക്കുട്ടികളിലേക്ക് ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരേ പേരുണ്ട്, ആൽബിൻ, ഇറ്റ്സി, ഡോഡോ, വേറെ ഒരു ആൽബിനെ കൂടെ പറയാം. ഇതെല്ലാം അവരുടെ ബ്രാൻഡഡ് ആണ്. നിങ്ങൾക്ക് കാണാം ടർക്കികള്, പിന്നെന്താ ബാഗുകള്, എല്ലാം ബാത്റൂബ്, എല്ലാം ഐഡന്റെ ബ്രാൻഡ് കേട്ടോ. ഫുള്ള് കപ്പലിന് സ്വന്തമായിട്ടൊരു ബ്രാൻഡ്. അപ്പൊ നമ്മളിങ്ങനെ കറങ്ങുവാണ്. അടുത്ത പിന്നെ നോക്കുകയാണെങ്കിൽ ഷിപ്പിന്റെ ചെറിയ മോഡലുകൾ അത് നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ ഓരോ കപ്പലുകളും ഐഡ, ഡിവ, അതേപോലെ ബെല്ല, ലൂണ, സോൾ, സ്റ്റെല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്രീമ. യെസ്, ഇതെല്ലാം സ്കെയിൽ മോഡൽസ് ആണ്. അതും ഇവിടെ നിങ്ങൾക്ക് മേടിക്കും. ഇത് പിന്നെ ക്രിസ്റ്റലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിനകത്ത് ഷിപ്പ് കാണാം. യെസ്, ഐഡ പ്രിന്റ്. ഓക്കെ, ഫുള്ളൊരു ഗ്ലാസ് കേട്ടോ. ഗ്ലാസിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റലില് നമ്മുടെ കപ്പലിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കണ്ടില്ലേ? ഇതിൻ്റെ വില 19 യൂറോ. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷെ സൂപ്പർ സാധനമാണ്. അതിന്റെ നല്ല ഭംഗി. ഇതും ഈ സ്കെയിൽ മോഡൽസ് നല്ല എന്താ പറയാ, വെറുതെ നമ്മൾ ചുമ്മാ ഒരു മോഡൽ പോലല്ല, നല്ല ആക്യുറേറ്റ് ആണ്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈവൻ ലൈഫ് ബോർഡിന്റെ നമ്പർ വരെ അതിനകത്ത് കറക്റ്റ് ആണ്. ഈ ടേബിൾ അപ്പോൾ അതിയുടെ പ്രീമിയയിൽ എത്ര ലൈഫ് ബോട്ട് ഉണ്ട്? 1 2 3 4 5 6 7. ഈ സൈഡിൽ 7 എണ്ണവും അപ്പുറത്തെ സൈഡിൽ 7 എണ്ണവും. 14. അപ്പോൾ ടോട്ടലി 14 ലൈഫ് ബോട്ടാണ് അതിയുടെ പ്രീമിയറുള്ളത്. അപ്പോൾ ഇത് കൃത്യം ഒരു റഫായിട്ടൊരു സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഇവർ കുറച്ച് നേരം കൂടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഷോപ്പ് ക്ലോസിംഗ് ആണ്. ഓക്കെ, താങ്ക് യു ബ്രോ. നമ്മൾ ക്രൂ വന്ന കാരണേ നമുക്ക് കുറച്ച് പ്രിവിലേജ് ഒക്കെ ഉണ്ട്. അത് കാരണം അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നതാണ്. ചെറിയൊരു ലൈബ്രറിയാണ് ഹെമിംഗ്വേ ലോഞ്ച്. പക്ഷെ ഇപ്പോഴത്തെ ഈ എന്താ പറയാ പാൻഡമിക് വന്നു പറഞ്ഞാൽ അവര് ഒരുപാട് ആൾക്കാർ ഗ്യാദർ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് കുറയ്ക്കുകയാണ്. അപ്പൊ അതിന്റെ പേരില് എനിക്ക് അവിടെ കാണാൻ പറ്റിയ ഷെൽഫുകളുണ്ട്. ഈ ഷെൽഫ് ഉണ്ടല്ലേ പുറകെ. അപ്പോൾ ഇത് ഇവിടുത്തെ ബുക്ക് ഗാലറി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ ബുക്ക് വെക്കും. എല്ലാം ജർമ്മനി തന്നെയാട്ടോ കൊടുത്തേക്കുന്നത്. കാരണം ഇത് മാക്സിമം ഒരു ഇടത്തര ഒരു ആവറേജ് ജർമ്മൻ ഫാമിലിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക് മാക്സിമം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പാകത്തിനാണ് ഈ കമ്പനി മോഡിഫൈ ചെയ്തേക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതേ ഒരു ഇടത്തരം ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ അതിന് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ തിയേറ്ററിയാണ്. തിയേറ്ററിയും ഡെക്ക് 6, ഡെക്ക് 7 ആൻഡ് ഡെക്ക് 8 ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന തിയേറ്ററാണ് നമ്മൾ താഴെ നിന്ന് കണ്ടില്ല നേരത്തെ വന്നപ്പം. അപ്പോൾ അതിൻ്റെ ഒരു മൂലയാണ് ഈ കാണുന്നത്. ആക്ച്വലി ഈ തിയേറ്റർ എന്ന് പറയുന്നത് 3 ഡെക്കാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, താഴെ ഒരു ഡെക്ക് ഉണ്ട്. അത് ഡെക്ക് 6 ആണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നൊരു ഡെക്ക് ഉണ്ട്, അത് 7. അത് കഴിഞ്ഞ് പിന്നൊരു ഡെക്ക് ഉണ്ട്, അത് 8. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു എന്താ പറയുക 3 ഡെക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ഇത് തിയേറ്ററിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് സെൻറ്ററിൽ ഒരു ഗ്ലോബ് കാണാം, അത് ഫുൾ LED ആണ്. അത് ഷോ നടക്കുന്ന ടൈമിൽ ആ ഗ്ലോബ് താഴോട്ട് ഇറങ്ങി വരും. കാണുന്ന കേട്ടോ ഗ്ലോബ്. ഇത് മുഴുവനായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരും. അതിൻ്റെ താഴെ നിന്ന് വട്ടക്കാണെങ്കിൽ തിരിച്ചു ഫുൾ LED ആണ് അതിൻ്റെ. ഫുൾ LED. അതുപോലെ നിങ്ങൾക്ക് മുകളിലും കാണാൻ പറ്റും, അവിടെ നീല നിറത്തിൽ. ആക്ച്വലി അതൊരു തരത്തിൽ ഡിസ്പ്ലേ ആണ്. ഇതേപോലെ ഹൈ ഡെഫിനിഷൻ ഡിസ്പ്ലേ അല്ല, ലോ ഡെഫിനിഷൻ ഡിസ്പ്ലേ ആണ്. ഈ ഗ്ലോബിനകത്ത് കാണുന്ന പിക്ചേഴ്സിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റും. അതുപോലെ സൈഡിലും അങ്ങനെ തന്നെ കാണാൻ പറ്റും.
ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്റ്റേജ് ഇപ്പം തോന്നുമ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്റ്റേജാണ്, പക്ഷെ അതൊരു ജസ്റ്റ് സ്റ്റേജ് അല്ല. അതിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് മാറും. സെൻറ്ററിലുള്ള ആ സർക്കിൾ താഴോട്ട് ഇറങ്ങി പോകും. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന പൊസിഷനല്ല, അത് ഫുൾ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഫുള്ള് ഫ്ലാറ്റ് ആക്കാൻ പറ്റും, സ്റ്റെപ്പ് ആക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റേജും ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ നടുക്കാണുന്ന വട്ടമില്ലേ, അത് ഇനി നേരെ മുകളിലേക്ക് പൊന്തുകയും ചെയ്യും, അതുപോലെ നേരെ താഴത്തേക്ക് പോവുകയും ചെയ്യും. അതുപോലെ ഈ കാണുന്ന ഈ ഒരു റിങ് നേരെ താഴത്തേക്ക് പോകും, അതുപോലെ നേരെ മുകളിലേക്ക് പോകും. പിന്നെ ആ പുറകെ കാണുന്ന LED സ്ക്രീൻ കണ്ടില്ലേ, അത് ഒരേ കട്ടകളും സെപ്പറേറ്റ് ആയിട്ട് LED സ്ക്രീനുകളാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നല്ല എക്സ്പെൻസീവാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അത് നേരെ മുകളിലേക്ക് പൊന്തി പോകും. പിന്നെ അതിൻ്റെ പുറകോട്ട് ഇച്ചിരി കൂടെ കവറായിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഈ സ്റ്റേജ് മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ പാകത്തിനൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചാണ്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതേ സൗണ്ട് ഓർഗനൈസിങ് സ്ഥലമാണ്. ഇവിടെയാണ്, ഇവിടെ നിന്നാണ് ലൈവായിട്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഇവിടുത്തെ ലൈറ്റ് ഓപ്പറേറ്ററാണ്. ഇദ്ദേഹവും ഇന്ത്യക്കാരനാട്ടോ, ഗോവയിൽ നിന്നുള്ള ആളാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ഷോകൾ നമുക്ക് ഡയറക്റ്റ് എയർ ചെയ്യാൻ പറ്റും. അതായത് ലൈവായിട്ട് പുറത്തോട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മുടെ ഷിപ്പിലേക്ക് സാറ്റലൈറ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ ക്രൂവിന് വേണ്ട ഇൻ്റർനെറ്റും അതേപോലെ ഗസ്റ്റിന് വേണ്ട ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സാറ്റലൈറ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഷോകളും കാര്യങ്ങളും നമുക്ക് ലൈവായിട്ട് എയർ ചെയ്യാനും പറ്റും. അതിലുള്ള ക്യാമറ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ക്യാമറകളുണ്ട് താഴെ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ലൈവ് കൊടുക്കുന്ന ക്യാമറയാണ്. അതൊന്നും മാത്രമല്ല, സൈഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവിടെയുണ്ട്, അപ്പുറത്തുണ്ട്. ഇതെല്ലാം ഹൈ ഡെഫിനിഷൻ ക്യാമറകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഡംബര കപ്പലിലെ ഐഡ പ്രീമിയൻ്റെ ക്ലിയർ റീത്തിൻ്റെ സെറ്റപ്പ്. 3 നിലയാണ്. 3 നിലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടുത്തെ ഷോ കാണാൻ പറ്റും. നേരത്തെ നമ്മൾ വന്നപ്പോൾ ഒരു ഷോ അല്ലായിരുന്നു, അതൊരു അഡ്വർടൈസ്മെൻറ്റ് പോലെ ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു അരിയിൽ കൂടെയുള്ള ഇത് കണ്ടില്ലേ, ലൈറ്റ് സെറ്റപ്പൊക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പയ്യെ നീങ്ങുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി നമ്മൾ ഷിപ്പിലുള്ള എന്താ പറയുക ആർട്ട് ഗാലറി, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അപ്പോൾ ഗസ്റ്റിന് അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റിന് അത് മേടിക്കാം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ കപ്പലിലെ സ്റ്റുഡിയോ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ സ്റ്റുഡിയോ വർക്ക് നടക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് ഓൺ എയർ പ്രോസസ്സിംഗ് ആണ് ഇതൊക്കെ നടക്കുന്നത്. ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് ഇവിടെ. ഇത് ക്രൂവിൻ്റെ അകത്ത് ഏത് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാലും ഈ പരിപാടി ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഈ ട്രീ ആർട്ട് നടക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ ആർട്ട് ഇങ്ങോട്ട് എൻട്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ചെറുതായിട്ട് ഫെയ്ഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കണ്ട, കാരണം അത് ഇവിടുത്തെ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെ വെച്ചാൽ എടുത്തേക്കുന്ന കാരണമാണ്. ലൈറ്റ് ചെറുതായിട്ട് മിന്നുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ ആർട്ടിൻ്റെയൊക്കെ നിങ്ങൾ വില നോക്കി നമുക്ക് മനസ്സിലാവും. 1700 യൂറോയാണ് ഇതിൻ്റെ വില. ഈ ഒരു ആർട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചിത്രത്തിന് എത്ര വില വരും? ഇത് ഇപ്പം പറയാം, വെറും 3600 യൂറോ മാത്രം. ഇതാണ് ആ ചിത്രം വരച്ച പുള്ളി. പാവപ്പെട്ട ഒരു മനുഷ്യൻ, കഴുത്തിൽ കബഡിയൊക്കെ പാവപ്പെട്ട മനുഷ്യനാണ്. ഇയാളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്താൽ ജർമ്മനിലാണ്. ഇത്രയാണ് എനിക്ക് സൂം ചെയ്തിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു ഗ്ലാസ്സിലുള്ള ഒരു തരം ആർട്ടാണ്. ഗ്ലാസിന്റെ താഴെ പെയിന്റ് ചെയ്തിട്ട് ലൈറ്റ് ഇങ്ങനെയാണ് മിന്നുന്നത്. ഇവിടുത്തെ ഈ ബൾബിന്റെ അത് LED ഉപയോഗിക്കുന്നവരാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് മിന്നുന്നത്. പിന്നെ ഒരേ പിക്ചേഴ്സ് ഇതേപോലൊക്കെ ഇങ്ങനെ ഉണ്ട്. ഓരോന്നോരോന്നും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൈം എടുക്കും. അതാ ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുക. ഇദ്ദേഹത്തെയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഒരുതരം 3D ആർട്ടാണ്. 3D ആർട്ടാട്ടോ ഈ കാണുന്നത്, അല്ലാതെ വരച്ചാന്നല്ല. എല്ലാം ഒരേ സാധനം കട്ട് ചെയ്ത് കയറ്റി വെച്ചതാണ്. എല്ലാം മൂലയും കാണാൻ പറ്റും. ഇതൊരു ആർട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി നടക്കാവേ.
സോറി. ഇത് ഫുള്ളാണ് ആർട്ട് ഗാലറി കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് മേടിക്കാം. അപ്പോൾ ഈ കപ്പലിലെ ആർട്ട് ഗാലറി നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട്. ഇതിനൊക്കെ ടൈം ഉണ്ട് കേട്ടോ. നമ്മുടെ ഓക്കെ. ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, നല്ല നല്ല സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടാണ് എല്ലാം മെയിൻ. സ്ത്രീകളൊക്കെ എപ്പോഴും ഇങ്ങനെ കെട്ടി കളിക്കും കേട്ടോ. അപ്പോൾ ഫ്രഞ്ചൈസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്തേ ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ഫ്രഞ്ചൈസിൻ്റെ മെയിൻ ആയിട്ടുള്ള. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫ്രഞ്ചൈസ് നമ്മുടെ അടിപൊളി ഒരു നമ്മുടെ ഈ ചുണ്ടില്ലേ, ചുണ്ടാണിത് ഡിസൈൻ. അപ്പോൾ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പോകുന്നത്. ആ ഒരു കണ്ണാടി ഉണ്ടല്ലേ, നല്ലൊരു വൈബാട്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഞ്ചൈസിൻ്റെ റെസ്റ്റോറൻറ്റ് ഫ്രഞ്ച് റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമുക്ക് ഇവിടുത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രാൻസ് ടച്ച് നമുക്ക് കാണാൻ പറ്റും. താഴെ ഫ്ലോർ ആയാലും ഫർണിച്ചേഴ്സ് ആയാലും അതുപോലെ എല്ലാ ആയാലും നമുക്ക് ഫ്രാൻസ് ട്രഡീഷണൽ രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. തീം റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ഫ്രാൻസ് ടച്ച്. അതാണ് അവര് ഒരു റെസ്റ്റോറൻറ്റ് ഫ്രാൻസ് എന്നുള്ള ആ ഒരു ഇത്, അവരുടെ ഫുഡ്, അവരുടെ ഒരു ട്രഡീഷൻ, അങ്ങനെയാണ് അവർ ഓരോ തീമും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്രൂ എല്ലാ കസാരയൊക്കെ മോൾഡ് വെച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു രംഗമായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോകുന്നത് ബ്രാവോസിലേക്കാണ്. ബ്രാവോസ് ക്ലോസ് ആയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് തോന്നുന്നു. ബ്രാവോസിൻ്റെ ഒരു പ്രത്യേകത എന്താ? യെസ്, ബ്രാവോസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ്. ആക്ച്വലി ഇതൊരു ജർമ്മൻ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ക്രൂസ് ലൈനറാണ്. അപ്പോൾ ജർമ്മൻസിന് ബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ്. ബിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന പോലെയാണ് അവർ ദാഹിക്കുമ്പോൾ ബിയർ കുടിക്കുന്നത്. അത്രയും അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺബോർഡ് ഒരു ബിയർ ബ്രൂവറി ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ബിയർ ഉണ്ടാക്കുന്നുണ്ട്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റില്ലേ, അതെന്തെങ്കിലും ആവട്ടെ. സോ യെസ്, അപ്പോൾ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ബിയറാണ്. ഇപ്പോൾ അതിൻ്റെ ടാങ്കുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ടാങ്കുകളുണ്ട്. ഇതതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ. ഇവിടെ അവർ അതിൻ്റെ എന്താ പറയുക ധാന്യങ്ങൾ വെച്ച് അവരുണ്ടാക്കുന്നു അതിൻ്റെ മാൾട്ട്. അത് ഓരോ സീസണിലും അവർ ഓരോ എന്താ പറയുക ഓരോ ടൈപ്പിലുള്ള ബിയർ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരു ടൈപ്പിൽ ആക്ച്വലി ബിയറിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. ഒരു സീസണിൽ ഒരു ബിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ അടുത്ത ബിയർ ഉണ്ടാകും. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പം ഇവിടുത്തെ ബ്രാവോസിലെ ബിയർ എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ബിയറാണ്. അപ്പോൾ അതേ ബ്രാവോസും ക്ലോസ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ വന്നപ്പോൾ ലേറ്റായി. നമ്മളിപ്പം ഇപ്പോൾ ടൈം എത്രയാണ്? 11 മണിയോ? യെസ്, 11 മണി. ഇവിടെയൊക്കെ പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് പ്രോഗ്രാമുകൾ നടക്കേണ്ട സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡിൻ്റെ ഇത് കാരണം പരമാവധി ഗ്യാതറിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാ റെസ്റ്റോറൻറ്റുകളും നേരത്തെ തന്നെ ക്ലോസ് ചെയ്യാം. ആക്ച്വലി നമുക്ക് ഏകദേശം ഒരു 4000-ന് മുകളിൽ ഗസ്റ്റുകളാണ് മൊത്തം കപ്പാസിറ്റി വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ആദ്യം അത് 2000-ൽ താഴെയായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 2000 ഗസ്റ്റിനോളം ഇപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഭാവിയിൽ അത് ഇനിയും കൂടുന്നു വിചാരിക്കും. നമ്മുടെ ഈ കപ്പലിൽ എത്ര ക്രൂ ഇപ്പം ഏകദേശം ഉള്ളത്? ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ മൊത്തം കപ്പാസിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000-ന് മുകളിൽ വരും. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് അത്ര ഇല്ലെങ്കിലും കൂടി ഏകദേശം 1000-ന് അടുത്ത് ക്രൂ ഇപ്പോഴും ഉണ്ട്. അപ്പം ഐഡ പ്രീമിയയിൽ ഏകദേശം 1000 ക്രൂവിനടുത്താണ് ഇവരിപ്പം ഉള്ളത് കേട്ടോ. ഇപ്പോഴത്തെ ലെവലിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് റോസിനിയിലേക്കുള്ളതിൻ്റെ ഒരു ഇത് കൊടുത്തതാണ്. റോസിനിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ മോസ്റ്റ് എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റോഷിനി, പിന്നെ ഒന്ന് ബഫല്ലോ സ്റ്റേക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ട്. അവിടെ മെയിനായിട്ട് ബീഫ് സ്റ്റേക്ക്
അങ്ങനത്തെ ഡിഷസുകളാണ്. ഇവിടെ അതുപോലത്തെ സ്റ്റേക്ക് അല്ല, പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷുകളുണ്ട്. ഈ 2 റെസ്റ്റോറൻറ്റുകളാണ് നമ്മുടെ ഈ ഷിപ്പിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഇവിടെ കയറി വരുന്ന ഗസ്റ്റുകൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലേ, ഇതാണ് റോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ടേബിൾ ക്ലോത്തും അതുപോലെ നാപ്കിൻസും. ഇതാണ് നാപ്കിൻസ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരേ ഗസ്റ്റുകളും ഈ കാണുന്ന ഒരേ നാപ്കിനടക്കം അവർ പേ ചെയ്യണം. അല്ലെങ്കിൽ ഈ നാപ്കിന് വരെ അവർ പൈസ കൊടുക്കുന്നുണ്ട്, നാപ്കിന്, ഈ ടേബിൾ ക്ലോത്തിന്. കാരണം ഇതൊക്കെ അവരിയ്ക്കുന്ന ടേബിളിൽ വെക്കുന്ന സാധനമാണ്, ഇതുപോലെ വിരിക്കുന്ന സാധനം. ഇതിന് വരെ മറ്റേ അവർ പൈസ ചാർജ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. ഭയങ്കര എക്സ്പെൻസീവാണ് റോസ്റ്റിന്. അപ്പോൾ കൂട്ടുകാരെ, ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് സ്കൈ വാക്കിലെ ഒരു പരിപാടി കേട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രാം നില ഇത്? 15ാം നില. 15ാം നിലയിൽ ഫുള്ളിങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നടക്കും. അപ്പോൾ താഴെയുള്ള ഭാഗം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രാത്രിയാണ് പോകുന്നത്, അപ്പോൾ അത്രയ്ക്ക് ക്ലിയർ അല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അതേ കയറിയിട്ടുണ്ട്. നല്ല ഡിസൈൻ കേട്ടോ. ഓ സോറി. അപ്പോൾ നമുക്ക് 2-3 കൂട്ടുകാരെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ. So you guys are also going to the Skywalk area? Nee, at beach club. Oh, beach club. Okay. ബീച്ച് ക്ലബിലേക്ക് നമ്മൾ പോകും, പേടിക്കണ്ട. So I am using the language Malayalam, the most second difficult language in the world. That's why you will never understand it. So sorry. Okay. See you. Have a nice evening. Yeah. Ciao. അപ്പോൾ നമ്മൾ 15ാം നിലയിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക്, അതാണ് ബീച്ച് ക്ലബ്ബ്. നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ സ്കൈ വാക്കിൻ്റെ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. ആഹാ, ഒന്നും കാണത്തില്ല. ആ ഫ്ലാഷ് ഇട്ടോ ലൈറ്റിൻ്റെ മൊബൈല്. ഓക്കെ, മൊബൈൽ ഫ്ലാഷ് ഇട്ടാക്കുവാണ്, കാരണം സ്കൈ വാക്കിൽ കൂടെ പോകുന്നതല്ലോ. ഫുള്ള് ക്ലാസ് ആട്ടോ, കേട്ടില്ലേ? ശരിക്കും കടലിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പോകുന്നത് കാണാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വിറച്ചോണ്ടാട്ടോ വരുന്നത്. ഇങ്ങനെയാണ് സ്കൈ വാക്ക് ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓക്കെ, എന്നാലേ അത് കഴിക്കാൻ പറ്റുള്ളൂ. നല്ല കാറ്റാണ്, തലയിൽ കൈ വെക്കണ തൊപ്പി വഴി. അത് കാരണം ഞാൻ കുടിഞ്ഞ നടക്കുന്നത് അതില്ലേ, ഇല്ലേലേ കാറ്റ് പിടിച്ചെൻ്റെ തൊപ്പി പറന്നു പോകും. സ്കൈ വാക്കിൻ്റെ ഏരിയ ആണ് ഇപ്പം ഈ കാണുന്നത്. നമ്മളിതെവിടെ ഇങ്ങനെ നടക്കും. അപ്പോൾ നമ്മളിവിടെ നിന്ന് നിന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഈ കപ്പലിൽ ഇത്രയും ഇത്രയൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. കപ്പലിൽ ഈ ഒരു ഭാഗമാണ് ഇത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇപ്പോഴത്തെ സൈഡിൽ കൂടെ അപ്പോൾ ഇത് പകലാണെങ്കിൽ ഇത്ര ഭാഗം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. കപ്പലിലെ ഒരു സൈഡായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാണുന്നൊരു ഏരിയയില്ലേ, അതിൻ്റെ അവിടെ നിന്ന് അടുത്തൊരു പകുതിയും കൂടെ അപ്പുറത്തേക്ക് ഉണ്ടാവും. അതൊരു വളരെ പറയുന്നത് തള്ളിയൊക്കെ കാരണം നമുക്ക് പകുതി കാണാൻ പറ്റാത്തതാണ്. ഈ ഇതിൻ്റെ പകുതി പോലെ അപ്പുറത്തേക്ക് വേറെയും ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡെക്ക് 15 ആയി. ഇവിടെ പിന്നുള്ള ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിനകത്തൊരു എന്താ പറയുക, പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു ഐലൻഡിൻ്റെ ഒരു മോഡലിലാണ് അത് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് കൺസീൽഡ് ആണ്, ഒരു റൂഫിന് താഴെയാണ് കംപ്ലീറ്റ്. പക്ഷെ ആ റൂഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡേ ടൈമിൽ നമുക്ക് അതിനകത്ത് ഫുള്ള് സൺലൈറ്റ് വരും. അതായത് പുറത്തിരിക്കണ പോലെ. പക്ഷേ കാറ്റിൻ്റെ ഒരു പ്രശ്നം വരില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അവിടെ ഇപ്പോൾ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ലേസർ ഷോ കാണാൻ പറ്റുമെന്ന് നോക്കാം. മിക്ക സമയത്ത് ഏകദേശം 10 മണി കഴിഞ്ഞ് കാണുമായിരിക്കും മിക്കവാറും. 10 മണിയൊക്കെ ആ ടൈമിൽ ഇവിടെ ലേസർ ഷോ ഉണ്ട്. ഇവിടുത്തെ ലേസർ ഷോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സാധനം. ഐഡ പ്രീമിയർ നല്ല ഭയങ്കര പഞ്ച് സാധനമാണ്. അപ്പോൾ അതേ നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കാണിച്ചാൽ ഇത് അഡ്വർടൈസ്മെൻറ്റ് 4 എലമെൻറ്റ് നമ്മളിങ്ങോട്ട് വരുന്നതായിരിക്കും. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഈ പോരുന്ന വഴിക്ക് നമുക്ക് ഇവിടുത്തെ സ്പോർട്സിലേക്ക് നിന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ അവരവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ കാണിച്ചു തരാവേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കളിസ്ഥലം.
ബാസ്കറ്റ് ബോൾ കോർട്ടാണ്. ഫിലിപ്പീനോസിൻ്റെ മെയിനായിട്ടുള്ള കളി കേട്ടോ ബാസ്കറ്റ് ബോൾ. അപ്പോൾ ഇതൊരു ഇൻഡോർ സ്റ്റേഡിയം പോലെ ഒരു സ്ഥലമാണ്. മുകളിൽ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു കുഴപ്പം പറ്റില്ല, ഇങ്ങോട്ടും സാധനം പോകുന്നില്ല പന്ത്. ഹലോ അപ്പോൾ ഇവിടെ ബാസ്കറ്റ് ബോൾ കളി മാത്രമല്ല, കുറച്ചുകൂടെ കഴിയാൻ നേരത്ത് ഇന്ത്യക്കാർ വരും. ഇന്ത്യക്കാർ വന്നു കഴിയുമ്പോൾ ഇവിടെ വോളിബോൾ കളിക്കാൻ പറ്റും. ഇവിടെ സാധനം പൊക്കി കെട്ടിയിട്ട് വോളിബോൾ കളിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തോട് ഇവിടെ പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ചെറിയ പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഫുട്ബോൾ കളി സ്ഥലം, ചെറിയ കുട്ടികളുടെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരത് അവിടെ വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചു പോകാം. നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അയ്യോ നല്ല തണുപ്പാണ്, ഞാൻ ജാക്കറ്റ് ഇട്ടില്ല. അയ്യോ അപ്പോൾ ഇനി നമ്മൾ ബീച്ച് ക്ലബിലേക്ക് പോകാം അല്ലേ? ബീച്ച് ക്ലബ്ബ് നമുക്ക് കുറച്ച് സ്പീഡിൽ പോയാലോ? അപ്പം കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മൾ ചെറിയൊരു പാർട്ടി ഞാൻ കാണിച്ചു തരാം. പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈവായിട്ടുള്ള ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നു, അതുപോലെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ബീച്ച് ക്ലബിലേക്ക് പയ്യെ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ സ്ഥലം. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ഗാനമേള നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം. നൈറ്റ് ആയത് കാരണം ലൈറ്റിന് ഭയങ്കര സീനാണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുവാണ്. കൃത്യം ഒരു ക്ലൈമാക്സ് സാധനം പൊളിച്ചവർ അടിച്ചു പൊളിച്ച് കൃത്യം തീർന്ന സമയത്താണ് നമ്മൾ എത്തിയത്. അപ്പം ലൈവ് ഓർക്കസ്ട്രേൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ലൈവായിട്ട് എന്താ ഇവർ DJൻ്റെ പരിപാടിയാണ്. DJ ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടി ഇരുന്ന് പ്ലേ ചെയ്യും. വേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പയ്യെ ഇങ്ങനെ കയറി വരും. ഓക്കെ, അവർ പ്ലേസ് മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ DJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്, ഈ കാണുന്ന പറഞ്ഞതിൻ്റെ മുകളിൽ. അപ്പോൾ അവർക്ക് ഫുള്ളൊരു ഇത് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് മാറി നേരത്തെ അങ്ങോട്ടാക്കിയിട്ടുണ്ട്, ബാറിൻ്റെ അടുത്തേക്ക്. അപ്പുറത്തെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഒന്ന് നടന്ന് ഓടിച്ച് നിങ്ങൾ സ്ഥലം കാണിച്ചു തരാം. ഇത് ബീച്ച് ബാറിൻ്റെ ഇവിടെയുള്ള ബാറാണ്. ഈ അരികിലും പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പയ്യെ കറങ്ങി
ബീച്ച് കളിയിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർ ഒന്ന് ചെറുതായിട്ട് കറങ്ങും, കാരണം ഇതേ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിവിടുന്ന് നേരെ പുറത്തേക്ക് ഇനി ഗെയിം പുറത്ത് ഞാനൊരു ഗെയിമിങ്ങിൻ്റെ ഒരു സാധനം കാണിച്ചു തന്നില്ലായിരുന്നോ? ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതേ പുറത്തേക്ക് ഇറങ്ങിയത് കാരണം വെട്ടത്തിന് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോയി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുന്ന് ഗെയിം സെൻറ്ററിലേക്ക് പോകണം. കുറേ കറങ്ങാനുണ്ട്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ടിറ്റോച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയൊരു കപ്പലിൽ കയറുന്നത്. ആദ്യം ഈ പറഞ്ഞ പോലെ വഴി കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ എടുക്കും നമുക്ക് മൊത്തം ഷിപ്പിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടാം. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഇത്രയും കാലമായില്ല, അത് കാരണം. അപ്പൊ ഇതിന്റെ പേരിന് കൊടുത്തതാണ് വേവ് ക്ലബ് ടീൻസ് ലോഞ്ച് ഗെയിം സെന്റർ. അപ്പൊ അതാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ ഇങ്ങോട്ട് കയറുവാണ്. ഇതേ കയറിയിട്ടുണ്ട്. അത് കയറി പോകുന്ന ഒരു വഴികൾ തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഹലോ. അപ്പം ഇത് ഓരോ റൈഡുകളാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗെയിം സെന്റർ. എങ്ങനെയുണ്ട്? ഓടി സ്ഥലമല്ലേ? ഞാനിപ്പോൾ ബൈക്കിനകത്ത് ബൈക്ക് ഓടിക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് കളിക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കോയിൻസ് തരണം. അത് ഐഡിയക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കോയിൻ ഉണ്ട്. നമുക്ക് ഇവിടെ പൈസ കൊടുത്ത് കഴിയുമ്പോൾ അവർ ആ കോയിൻ തരും. ആ കോയിൻ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കളിക്കാൻ പറ്റുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി സ്ക്രീനൊക്കെയാണ്. കോയിൻ ഇവിടെ ഇടുക, ഇവിടെ ഇടാതെ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് കോയിൻ ഇട്ട് കഴിയുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ബൈക്കാണ്, ഒരേ ഏരിയ കൂടെ പോകുന്ന സ്ഥലം. ഇത് ബൈക്ക്, പിന്നെ ഇവിടെയുണ്ട് കാറുണ്ട് കേട്ടോ. ഞാനിവിടെ ആക്സിഡൻറ്റ് അവിടെ ബ്രേക്ക് ഉണ്ട്, ആക്സിഡൻറ്റ് ബ്രേക്ക് ഉണ്ട്. ഗിയറൊക്കെ മാറ്റി പോകണം. എല്ലായിടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ കോയിൻസ് ഇടാനാണ് പറയുന്നത്. കോയിൻസ് നമ്മളിപ്പോൾ മേടിച്ചിട്ടില്ല, കാരണം കോയിൻസ് ഇല്ല, അതാണ് കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗെയിം സെൻറ്ററിനോടും വിട പറഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. ഇപ്പോൾ അതെ നമ്മൾ പുറത്തേക്ക് പിന്നെ ഇറങ്ങി വന്ന വഴിയാണ് നമ്മൾ തിരിച്ചിറങ്ങി. ഇനി അപ്പോൾ നമ്മൾ 4 എലമെൻറ്റ്സിലേക്കാണ് പോകുന്നത്. 4 എലമെൻറ്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ടീനേജേഴ്സ്, ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഉള്ള സ്ഥലമാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗസ്റ്റ് ഏരിയ ആണ്, ക്രൂ ഏരിയ അല്ല കേട്ടോ. അപ്പോൾ ക്രൂ ഏരിയ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടുത്തായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതെ കിഡ്സ് ആൻഡ് മിനി ക്ലബ് 4 എലമെൻറ്റ്സ് റേസർ. ഇതാണ് ഇവിടുത്തെ ഒരു ടീനേജേഴ്സിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ. നമ്മളിതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇവിടുത്തെ പ്രത്യേകത എങ്ങനെയാണ്? ഇവിടുത്തെ പ്രത്യേകത ഇത് മിനി ക്ലബ്ബ്, അത് കിഡ്സ് ക്ലബ്ബ്. മിനി ക്ലബിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ എന്താ പറയുക ക്രൂസിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫാദറിനും മദറിനും ചെറിയ പാർട്ടികൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് പോകണം. അപ്പോൾ ചില പാർട്ടികളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെ കിഡ്സ്, ചെറിയ പിള്ളേരൊക്കെ ഇവിടെ ആക്കാം. പിള്ളേരും അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്ത നമുക്ക് ഇവിടെ ഇപ്പം പ്രവേശനം ഇല്ലാതെ പിള്ളേരെ കൊണ്ട് വരാൻ നേരത്തെ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പം നമ്മൾ അടുത്ത ടീനേജേഴ്സിന്റെ സ്ഥലത്തേക്ക് പോകണം. ഞാനിപ്പം കുറച്ച് നാളത്തേക്ക് ടീനേജറാണ്. കിഡ്സ് ക്ലബ്ബ്, നേരത്തെ കണ്ട മിനി ക്ലബ്ബ് ആയിരുന്നു കിഡ്സ് ക്ലബ്ബ്. കിഡ്സിന് കളിക്കാനുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇപ്പം പിന്നെ എല്ലാം ക്ലോസ് ആയത് കാരണമാണ്. ഓക്കെ, ഇവിടുത്തെ മെയിനുള്ള അട്രാക്റ്റീവ്സ് ഇതെന്താ? ഇവിടെ എന്ന് പറഞ്ഞാൽ 4 എലമെന്റിനകത്ത് വരുന്നത് നമ്മുടെ ഓൺ ബോർഡിലുള്ള ഒരു തീം പാർക്കാണ്, അതായത് വാട്ടർ തീം പാർക്കാണ്. ഇതിനകത്ത് വാട്ടർ സ്ലൈഡുകളുണ്ട്, വാട്ടർ റൈഡുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഇത് മാത്രമല്ല നമുക്കൊരു റേസർ ഉണ്ട്. റേസർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂബിനകത്ത് കൂടെ വരണതില്ലേ, അതാണ് റേസർ. ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് കൂടെ കറങ്ങി വരും. അപ്പോൾ നമ്മളിതേ അമ്യൂസ്മെന്റ് പാർക്കിൻ്റെ അകത്തേക്ക് പയ്യെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ റേസറിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഈ വീഗാലാൻഡൊക്കെ പോയി കഴിയുമ്പോൾ ഒരു വലിയ ഇതിനകത്തോടെ നമ്മൾ ആ ട്യൂബൊക്കെ വെച്ച് ഇറങ്ങി പോകുന്നില്ലേ, അതുപോലെയുള്ള സ്ഥലങ്ങളാണ്. സ്റ്റാർട്ടിങ് അല്ല, ഇത് ലാൻഡിങ്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇത് ലാൻഡിങ് ആട്ടോ, സ്റ്റാർട്ടിങ് അല്ല. അതെ, ഇവിടെ വന്ന് എൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നിന്ന് കണ്ടുപിടിക്കാം. നമുക്ക് സ്റ്റാർട്ടിങ് നോക്കാം എവിടെയാണ്.
അപ്പോൾ ഇതേ നമുക്കിപ്പം ക്ലോസ്ഡ് ആണ്. ഈ പുറത്തുനിന്ന് ഞാൻ എൻ്റെ ലാൻഡിങ്ങിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയും ചെറുതായിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് കണ്ടത് ലാൻഡിങ് ആണ്. അതിന്റെ ഇപ്പൊ നിങ്ങക്ക് കാണാം ഇതിനകത്തിൽ കൂടിയാണ് അവർ വരിക. അതായത് മുകളിൽ നിന്ന് 2 റൗണ്ട് അടിച്ച് ഇതിൽ കൂടെ വന്ന് നേരെ പോയി അതിനകത്ത് ലാൻഡ് ചെയ്യും. ഓക്കെ, അതിലെ കൂടെ കുറേ കറങ്ങാൻ സ്ഥലമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ. കപ്പലിൻ്റെ അപ്പുറത്ത് അരികുണ്ട്. അപ്പോൾ അതിലെ കൂടെ മുഴുവൻ ഇങ്ങനെ കറങ്ങി ഇതുണ്ടല്ലേ, അതിലെ കൂടെ ഉണ്ട് 2 റൗണ്ട് ആ വട്ടം. അതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി തിരിച്ച് വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നിട്ട് ഫിനിഷ് ആവും. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല ക്ലോറിൻ്റെ മണമാണ്. നമ്മൾ വികാരൻ്റെ പോയി കഴിഞ്ഞാൽ നല്ല ക്ലോറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഈ സാനിറ്റേഷനും അതുപോലെയുള്ള കാര്യങ്ങൾ നല്ല പക്കയായിട്ട് ചെയ്യുന്ന കാരണം നന്നായിട്ട് ക്ലോറിനൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ എന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ചെറുതായിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, ചെറിയൊരു സ്വിമ്മിംഗ് പൂള്. ടീനേജ് ആ ഒരു പ്രായക്കാർക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങളാട്ടോ ഇത്. ഇത് ടീനേജേഴ്സിന് മാത്രമുള്ള ഏരിയ അല്ലേ? ടീനേജ് എന്ന് പറയാൻ പറ്റില്ല, അതിനായിട്ട് കിഡ്സിനുള്ള ഏരിയ ആണ് ഇത്. 18 വയസ്സ് താഴത്തേക്കുള്ളവർക്ക് ഇതിനകത്ത്. പക്ഷേ ഈ റേസ് ഇത് ലേസി റിവർ എന്നാണ് ഇതിന്റെ ഈ റൈഡിന്റെ പേര്. ഈ റൈഡിനകത്ത് നമുക്ക് അഡൽട്ടും അലോഡാണ്. അതേസമയം നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയ റൈഡുകൾ, ചെറിയ പിള്ളേർക്കുള്ളത്. ഇതൊക്കെ വളരെ ചെറിയ പിള്ളേർക്കുള്ളതാണ്. ഇതിനകത്തൊന്നും അഡൽസിന് പറ്റില്ല. എന്നാൽ വളരെ ചെറിയ ഇതാണ് ഇവിടെ കാണാൻ. ഇത് ബേബി പൂളാണ്. ഇത് ചെറിയ കുഞ്ഞു പിള്ളേർക്കുള്ളത്, നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിള്ളേർക്കുള്ള പൂളാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ഇത് വെള്ളം വരുന്നത്. സേഫാണ് ഇവിടെ, എന്തും എല്ലാത്തിനും സേഫാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ സേഫ്റ്റി ഫസ്റ്റ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. സേഫ്റ്റിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഇതാ ഇവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു TV സ്ക്രീനൊക്കെ ഉണ്ട്. അപ്പം സിനിമ കാണാനും അങ്ങനെയുള്ള ഏരിയ ആണ്, അങ്ങനെയുള്ള ഏരിയ അല്ലേ. അപ്പോൾ അതാ അങ്ങോട്ടുള്ള വഴി കാണിച്ചു തരാവേ. എല്ലാവരും ഇവിടെ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും മാസ്ക് കമ്പൽസറിയാണ്. സംഭവം നമ്മുടെ നാട്ടിൽ കാണാനുള്ള ചാൻസ് കുറവാണ്. ഇതിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ പേര് ഡിഫിബ്രിലേറ്റർ എന്നാണ്. ഡിഫിബ്രിലേറ്റർ, യെസ്, അതാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരാൾ എന്താ പറയുക ജസ്റ്റ് സ്ട്രോക്കായിട്ട് നിലത്ത് വീണു, ഇപ്പം നമ്മൾ CPR കൊടുക്കില്ലേ, ഇത് CPRൻ്റെ എന്താ പറയുക, CPR എന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഷോക്ക് കൊടുക്കില്ല നമ്മുടെ ഹാർട്ടിന്, അതിനുള്ളൊരു ഒരു ഡിവൈസാണ് ഇത്. നമുക്ക് പ്രത്യേക ഇത് എന്താ പറയുക, ഇത് യൂസ് ചെയ്യാൻ വേണ്ടി അതിനകത്തൊരു പ്രത്യേകമായിട്ട് നോളജൊന്നും വേണ്ട, ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആവണമെന്നോ അങ്ങനൊരു നിർബന്ധമില്ല. അതിൻ്റെ ഒരു ഇതാണ് ഇത്. നമ്മുടെ അവിടെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ട് നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഓഡിബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് വരും. അതേപോലെ അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരാളുടെ ജീവൻ ചിലപ്പോൾ ഇതുകൊണ്ട് രക്ഷിക്കാൻ പറ്റിയെന്ന് വരും. ഇത്ര ചെറിയ വെള്ളമാണെങ്കിലും ഇവർ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മുടെ 4 എലമെൻസിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതുകൊണ്ടില്ലേ നല്ല രസമാണ്. ഇവിടെ നമുക്ക് 4 എലമെൻസിൻ്റെ ഒരു ലേബൽ കാണാൻ പറ്റും, സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. അപ്പം ഇവിടുത്തെയും പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആട്ടോ എല്ലായിടവും. ഇത് 4 എലിമെന്റ് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഇതൊരു അഡ്വഞ്ചർ ഏരിയ കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും അങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒരു അഡ്വഞ്ചർ ഫീലിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ടാവും. അതിന് മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക, അങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. വാട്ടർ റൈഡ്സ് മാത്രമല്ല, ഈ റോപ്പുകൾ അതിന് മുകളിൽ ക്ലൈംബ് ചെയ്ത് പോവുക, അതുപോലെയുള്ള ഇതിലൂടെ ക്ലൈംബ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സേഫ്റ്റി, അതുപോലെയുള്ള സേഫ്റ്റിയൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവർ ചെയ്യിപ്പിക്കുള്ളൂ ഇതോടെ കാര്യങ്ങളൊക്കെ. അഡ്വഞ്ചർ ഏരിയയും കൂടെ കൂടിയാണ്. ഹലോ ബ്രോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫിലിം കാണാനുള്ള സ്ഥലം. ഇവിടെ LCD സ്ക്രീനാണ്. അപ്പോൾ ഇവിടുത്തെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഇവിടുത്തെ മ്യൂസിക്കും ഭയങ്കര ഇതാട്ടോ. സ്പീക്കേഴ്സൊക്കെ മുഴുവൻ ഒളിപ്പിച്ചൊക്കെ വെച്ചാകുന്ന ടൈപ്പാണ്. പക്ഷെ ഭയങ്കര പഞ്ചായിരിക്കും ഇവിടെ ഇരുന്ന് മൂവീസൊക്കെ കാണുമ്പോൾ. ഇങ്ങനെയാണ് ഇവിടെ ഇരുന്ന് കാണുക. ഇവിടെ ഇതിലെ കൂടെ ഇങ്ങനെ കിടക്കുക, അതുപോലെ ഇരിക്കുക, എവിടെ വെള്ളം പോകാതെ അതുപോലെ സ്റ്റെപ്പിലൊക്കെ പോയിരിക്കുക. കുറേ പേർക്ക് വെള്ളത്തിൽ കിടക്കുക, കൂടാരത്തിലിരിക്കണം. കൂടാരത്തിലിരുന്ന് കഴിഞ്ഞാൽ സിനിമ കാണാൻ പറ്റില്ല. പക്ഷെ കൂടാരത്തിലൊക്കെ പ്രൈവറ്റായിട്ടൊരു പാർട്ടി എടുക്കാൻ നേരത്തെ അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് വർത്തമാനം പറഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ അവർ ഇതിലെ കൂടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് നന്നായിട്ട് വർത്തമാനമൊക്കെ പറയും. അപ്പോൾ ഇതാ നമ്മൾ 4 എലമെൻസിൻ്റെ തിയേറ്ററിൽ നിന്ന് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകും കേട്ടോ.
ഇനിയിപ്പോൾ ഇവിടെ കാണിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കണ്ട സംഭവങ്ങളില്ലേ, അതിൻ്റെ തന്നെ നേരെ കാർബൺ കോപ്പി ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് കാരണം അതുകൂടി കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ ഭയങ്കര മെയിനായിട്ടുള്ള സ്ഥലം കാണിക്കാനും പറ്റിയിട്ടില്ല. ഈ റോസിനി അതുപോലെയുള്ള സ്ഥലങ്ങൾ അത് നമുക്ക് പ്രവേശനമില്ല. പിന്നെ സ്പാ ഉണ്ട്, സ്പാ നമുക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്ന ജിമ്മാണ്. ജിമ്മിലേക്ക് പോവാം. ഇതിപ്പോൾ ഐഡ പ്രീമ എന്ന് പറഞ്ഞ കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഇടത്തരം ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ലാവിഷായിട്ട് ഒരാഴ്ച നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കാരണം ഇവിടുത്തെ ഭക്ഷണം ടോട്ടലി ഫ്രീ ആണ്. 3 റെസ്റ്റോറൻറ്റ് ഉണ്ട്. 3 റെസ്റ്റോറൻറ്റ് ടോട്ടലി ഭക്ഷണം ഫ്രീ ആണ് എല്ലാവർക്കും. അതിനകത്ത് ഒന്ന് ബൊഫേ ആയിരിക്കും, ഒന്ന് അല്ലാതെ സെർവ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരെ പോകട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ജിമ്മിലേക്കാണ്. അപ്പോൾ നമ്മൾ ജിമ്മിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എലിവേറ്റർ കയറും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ആദ്യം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എലിവേറ്റർ കയറി. ഓരോ എലിവേറ്ററിനും വേറെ വേറെ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്താകുന്ന ഇതുണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് കളർ ഫെയ്ഡിങ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വന്നപ്പോൾ വേറെ പിന്നെയും കളർ മാറി. ഇപ്പം നിങ്ങൾക്കൊരു മിന്നായപ്പോൾ ഒരു വര പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഈ ലൈറ്റിൻ്റെ LED എഫക്റ്റ് ആട്ടോ ഈ കാണുന്ന ഉണ്ടല്ലേ. അപ്പോൾ ഇനി നമ്മൾ ജിമ്മിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളൊരു മൂലയിൽ നിന്ന് പയ്യെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എലിവേറ്ററൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നിട്ട് ആദ്യം നമ്മൾ ഷോപ്പിൻ്റെ സ്ഥലമില്ലായിരുന്നു. ആ ഷോപ്പിൻ്റെ ഇത് ഷോപ്പ് ഇതിൻ്റെ തൊട്ട് താഴെയാണ്. 6ാം നിലയിൽ, നമ്മുടെ 7ാം നിലയിലാണ് ജിമ്മുള്ളത്. നമ്മളിവിടുന്ന് നേരെ ഇങ്ങനെ ജിമ്മിലേക്ക് പോകട്ടോ. ഷോപ്പ് ഇതിൻ്റെ നേരെ അടിയിൽ പെർഫ്യൂം ഷോപ്പ് ഉണ്ട്. അവിടെ പെർഫ്യൂമിൻ്റെ ഭയങ്കര ഐസ്ക്രീമിൻ്റെ ഇതാട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പെർഫ്യൂമിന് വേണ്ടി തന്നെ അവിടെ ഒരു ഷോപ്പുണ്ട്, പക്ഷേ അത് ക്ലോസ് ആയി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇവിടുത്തെ പെർഫ്യൂം ഷോപ്പ് നിന്ന് പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ പെർഫ്യൂം ഷോപ്പ് കേട്ടോ. ഇവിടെയുള്ള ഒരുവിധ എല്ലാ ബ്രാൻഡുകളും ഇവിടെ കിട്ടും. നല്ല എക്സ്പെൻസീവാണ്. നല്ല എക്സ്പെൻസീവ് തൊട്ട് ചീപ്പായിട്ട് ഒരു 50 യൂറോ 20 ഇല്ല 50 യൂറോന് മുകളിലേക്കുള്ള സാധനങ്ങൾ നോക്കിയാൽ മതി. കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ജിമ്മിലേക്കുള്ള എൻട്രിയാണ് കാണുന്നത്. ഓക്കെ, വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജിം. കാർഡിയോ എല്ലാവിധ എക്യുപ്മെൻറ്റ്സും ഉണ്ട് ഇവിടെ. ഓട്ടത്തിനുള്ളത് ഇത് മുഴുവൻ ഈ പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള ജിമ്മിൻ്റെ ഓപ്ഷൻസ് ആട്ടോ. ഇത് മുഴുവൻ നമ്മുടെ ക്രൂവിന് വേണ്ടിയുള്ള എൻ്റെ ജിമ്മ് വേറെയാണ്. അതപ്പോൾ ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. ഇപ്പം മുഴുവൻ പാസഞ്ചർ ഏരിയ അല്ലേ, പാസഞ്ചറിൻ്റെ ഏരിയ മാത്രം നിങ്ങളൊന്ന് ഓടി നടന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുവാട്ടോ. ഇത് നമ്മുടെ ആപ്സിനും ആമിനും അങ്ങനെയുള്ള എല്ലാവിധ എക്യുപ്മെൻറ്റ്സും ഇവിടെയുണ്ട്. വെയിറ്റ്, ചെറിയ എക്സസൈസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു സ്കീം അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെക്കുവാണെങ്കിൽ ഒരാൾ അവിടെ നിന്ന് പറയാനും ബാക്കിയുള്ളവരിങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ക്രൂ ജിം, ക്രൂ അല്ല പാസഞ്ചർ ജിം. നമ്മളവിടെ കണ്ട മെയിൻ ഡോറാണ്. അപ്പോൾ നമ്മുടെ ഈ ഞങ്ങൾ ക്രൂ ആയത് കാരണം മെയിൻ ഡോറിൽ കൂടെ അങ്ങനെ ടാക്സസ് നമ്മളില്ല. കാരണം ഇനി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ അത് കാരണം നമ്മൾ ക്രൂ ഏരിയ കൂടെ കറങ്ങി വന്നു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആഡംബര കപ്പലിലെ ഒരു രംഗങ്ങളൊക്കെ കണ്ടില്ലേ. ഇത് 18 നിലയുള്ള കപ്പലാണ് ഐഡ പ്രീമ. 300 മീറ്ററാണ് ഇതിൻ്റെ ലെന്ത് ഉള്ളത്. അതുപോലെ 37 മീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം ക്രൂ ആയത് കാരണം നമുക്ക് ഇപ്പോൾ കൊറോണേൻ്റെ ഇതൊക്കെ ഉള്ള കാരണം എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. പിന്നെ എൻ്റെ കൂടെ ഇന്ന് എന്നെ സഹായിക്കാൻ വന്നിട്ട് ഉള്ളത് ടിറ്റോച്ചന് ബൈജുവാശാനുമാണ് ഉള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ്. ടിറ്റോച്ചൻ 5 കൊല്ലം ഈ ഐഡ പ്രീമിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇവർ രണ്ടുപേരും എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു നടത്തം? നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ ഡെക്ക് 3 തുടങ്ങി 18ാം നിലയിലെ മുകളിൽ പോയി. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ കുറേ നടക്കുകയൊക്കെ ഉണ്ടോ ചെയ്തത്. അപ്പോൾ ഇപ്പം യാത്രക്കാരുടെ ഒരു ഏരിയ ആണ് നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ ക്രൂവിൻ്റെ ഒരു ഏരിയ കാണാനുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിലായിട്ടായിരിക്കും അത് ഇടുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടതിനകത്ത് പക്ക ഡിഫറൻ്റ് ആയിട്ടാണ് ക്രൂ ഏരിയ. അത് കാണണമെങ്കിൽ അടുത്ത എപ്പിസോഡ് നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാതോർത്തിരിക്കുക, കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റൊക്കെ ചെയ്യുക എന്തൊക്കെയാണ് ഇനി കാണാൻ താല്പര്യമുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്രൂ ഏരിയയിലേക്ക് വരുന്നവരെ വിടാം.